എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പക്ഷേ എങ്കിലും ഈ വിഷയത്തിനും രാജ്യത്ത് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ഒരു ബന്ധമുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്ത് അസംഘടിത മേഖലയിൽ ആ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ-ശ്രം പദ്ധതി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം, ആ പുതിയ കണക്ക് പുറത്തു വന്നപ്പോഴുള്ള ആ വിവരം, അത് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ടാണ്. ESIയും PFും, അതായത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ESIയുടെ സഹായവും പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സഹായവും ഇല്ലാത്ത, ഈ രണ്ടിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം, രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിലാളികളുടെ എണ്ണമാണ് ഈ പറയുന്നത് 29,41,00,000. അതിൽ തന്നെ രാജ്യത്ത് പ്രൊഫഷണൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 7,400,000 ആളുകൾ ESIയോ PFോ ആനുകൂല്യങ്ങളില്ലാതെ തൊഴിൽ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മളത് പറഞ്ഞ 29.41 കോടി, ആ 29,41,00,000 പേരിൽ കാർഷിക മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ യാതൊരുവിധ തൊഴിൽ പരിഗണനകളും ആനുകൂല്യങ്ങളും ഇല്ലാതെ ജോലി ചെയ്യുന്നത്. 15,37,00,000 ആളുകൾ. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏകീകൃത തിരിച്ചറിയൽ നമ്പറും കാർഡും കൊടുത്തുകൊണ്ട് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ, തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചായിരുന്നു, ഈ-ശ്രം. ആ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളുടെ കണക്കാണ് ഈ മേൽ പറഞ്ഞത്. അതുപ്രകാരം UPയിൽ 8,34,00,000 പേര് ഈ ESIയോ PF പോലത്തെ ആനുകൂല്യങ്ങളില്ലാതെ വെറുതെ പണിയെടുത്ത് ശമ്പളം വാങ്ങി പോകുന്നവരുണ്ട്. അന്നുള്ള കൂലി വാങ്ങി പോകുന്നത്, ശമ്പളം എന്ന് പറയാൻ കൂലി. അത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒറീസ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോഴത്തേക്ക് അവിടെയെല്ലാം ശരാശരി 1 കോടിയോളം ആളുകൾ ഈ രീതിയിൽ ESIയോ PFോ ആനുകൂല്യങ്ങൾ കിട്ടാതെ പണിയെടുക്കുന്ന, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ-ശ്രം പദ്ധതിയിൽപ്പെടുന്ന ആളുകളുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒട്ടനവധി ആളുകളുണ്ട്. അവർക്ക് സമയകാലാവധി നീട്ടിക്കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനിയും കൂടുതൽ ആളുകൾ ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വരും. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ 29.41 കോടി എന്ന് പറയുന്നത് അതിനും എത്രയോ അപ്പുറത്തേക്ക് വളരും. ഇതും അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ESI PF ആനുകൂല്യങ്ങൾ അതടയ്ക്കാത്ത അസംഘടിത തൊഴിലാളികൾക്കാണ് ഈ-ശ്രം പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷന് അവസരം ഗവൺമെൻറ് നൽകിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് തിരഞ്ഞെടുപ്പ് വർഷമാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പരാജയപ്പെടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഉള്ള പുതിയ ടെക്നിക്കുകൾ അവതരിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ പ്രൊഫഷണൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു സ്ഥായിയായിട്ടുള്ള സ്ഥിരതയാർന്നൊരു തൊഴിൽ സംവിധാനം ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ESI PF പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടാത്ത തൊഴിൽ മേഖലകളിൽ പണിയെടുക്കേണ്ടി വരുന്ന ജീവനക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുടെ കാര്യത്തിൽ ഈ സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്കറിയാം, ആ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ തൊഴിൽശാലകൾ, വസ്ത്രവ്യാപാരശാലകൾ, അതുപോലെ ബുക്ക് സ്റ്റോളുകൾ അടക്കം ഇവിടെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഈ ESI PF ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം കോടിക്കണക്കിന് വരും എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ, ഈ ചെറിയ കൊച്ചു കേരളത്തിൽ ഈ ഇത്തരത്തിൽ ESI PF പോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ
അതിലൊന്നും ഉൾപ്പെടാതെ ഉള്ള ആൾക്കാർ തന്നെ 59,05,00,000 ആൾക്കാർ, അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 3-3.25 കോടി ജനമുള്ള കേരളത്തിൽ 59 കോടി ജനം, 59 ലക്ഷം ജനം ഈ ESI-PF ആനുകൂല്യങ്ങൾക്ക് പുറത്താന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനും തൊഴിൽ മേഖലയിലുള്ള ജീവനക്കാരെയും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് നടപടിയെടുത്തു. കേന്ദ്രത്തിൽ 29,41,00,000 പേര് ഇപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കണക്കും പ്രകാരം ESI-PF ആനുകൂല്യങ്ങളില്ലാതെ പണിയെടുത്തെന്നുള്ള കൂലി വാങ്ങി പോകേണ്ടി വരുന്നൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുത്തു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാവേണ്ട വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ കേവലം ആളുകളെ ഇക്കിളിക്കൂട്ടുന്ന അല്ലെങ്കിൽ ആളുകളിൽ വികാരമുണർത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന അവരുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന PF പോലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ആശുപത്രി ആനുകൂല്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന ESI ആനുകൂല്യങ്ങളും എല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയില്ലേ? അപ്പോൾ അത്തരം വിഷയത്തിൽ നമ്മൾ എന്താണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ആളുകൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ തീരുമാനം എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതായി വരും. 2024 തിരഞ്ഞെടുപ്പ് വർഷമാണ്. ആ വർഷത്തിൽ അതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് അവശേഷിക്കുകയാണ്.